Hi folks, so 2026 മെന്റർഷിപ്പിന്റെ ഡേ 2. സോ ഇതൊരു സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ചുള്ള ലെക്ചർ അല്ല, ഇതൊരു സ്പെസിഫിക് ഡേയെ കുറിച്ചുള്ള ലെക്ചറാണ്, ഒരു സ്പെസിഫിക് ഡെലിവറി പ്രൊഫൈലിനെ കുറിച്ചുള്ള ലെക്ചറാണ്. സോ ഇതിനകത്തുണ്ടായിരുന്ന വെച്ചാൽ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് വെച്ചിട്ടാണ്. പക്ഷേ ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഇയറിന്റെ ഫസ്റ്റ് ഡേ ആണ്. സോ ഇയർ ഓപ്പണിംഗ് ഉണ്ട്, അതേപോലെ നമ്മുടെ മന്തിന്റെ ഫസ്റ്റ് ഡേ ആണ്, മന്ത് ഓപ്പണിംഗ് ഉണ്ട്, നമ്മുടെ വീക്കിന്റെ എൻഡും കൂടെ ആണ്. സോ വീക്കിന്റെ എൻഡും കൂടെ കൺസിഡർ ചെയ്യേണ്ടതാണ്, കാരണം വീക്ക്ലി പ്രൊഫൈൽസ് അറിയാവുന്നവർക്കറിയാം വീക്കിന്റെ എൻഡ് ഒരു സ്പെസിഫിക് രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. പോരാത്തതിന് നമുക്ക് തേഴ്സ്ഡേ ഹോളിഡേ ആയിരുന്നു, ന്യൂ ഇയർ ആയിട്ട്. സോ ട്രേഡിംഗ് ഇല്ലായിരുന്നു. സോ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഗ്യാപ്പ് ഇട്ട് ഓപ്പൺ ആയപ്പോൾ തൊട്ടേ മാർക്കറ്റ് ഭയങ്കര ബുള്ളിഷ് റണ്ണാണ്. സോ ഇങ്ങനത്തെ ഒരു ബുള്ളിഷ് ഡേയിൽ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത് ന്യൂയോർക്ക് സെഷനിൽ. കാരണം ഈ ഒരു ഗ്യാപ്പ് നമുക്കൊരു ബ്രേക്ക് അവേ ഗ്യാപ്പാണ്. ബ്രേക്ക് അവേ ഗ്യാപ്പ് എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് അവേ ഗ്യാപ്പ് ഒരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചിനകത്ത് ഉണ്ടാകുന്ന ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. അപ്പോൾ ആ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പ് നമുക്ക് ഭാവിയിൽ ഒരു പ്രൈസ് ഡെലിവറിയിൽ നമ്മുടെ ഒരു ടാർഗറ്റ് പോയിന്റ് ആണ് ബ്രേക്ക് അവേ ഗ്യാപ്പ്. സോ അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. സോ ഇന്ന് ഈ ലെക്ചറിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം, കാരണം ഇത് മെന്റർഷിപ്പിന്റെ ഭാഗമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്, ഇത് ഡെയിലി റിവ്യൂ അല്ല. സോ ഈ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പ്, ഈ ഒരു ഗ്യാപ്പിനെ ബ്രേക്ക് അവേ ഗ്യാപ്പായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, കാരണം ഒരു ബുള്ളിഷ് ഡേ ആണ്. സോ നമുക്ക് മാർക്കറ്റ് ഇത്രയും ഗ്യാപ്പ് ഇട്ട് തുറന്നു ഇത്രയും ബുള്ളിഷ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് പ്രീവിയസ് ഡേ ഹൈസിനെയോ അല്ലെങ്കിൽ ഒരു വലിയ ലിക്വിഡിറ്റി പൂളോ അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഇംബാലൻസിനെ വേണം നമുക്ക് മാർക്കറ്റ് അവിടെ ചെന്നായിരിക്കും റിവേഴ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഇതൊരു കണ്ടിന്യൂവേഷൻ ഡേ ആണ്. കണ്ടിന്യൂവേഷൻ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു പോയാൽ നോർമലി നമ്മുടെ മാർക്കറ്റ് അക്യുമുലേറ്റ് ചെയ്യും, മാനിപ്പുലേറ്റ് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പക്ഷെ കണ്ടിന്യൂവേഷൻ ഡേയ്സ് അങ്ങനെയല്ല. കണ്ടിന്യൂവേഷൻ ഡേയ്സ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യും, റിട്രേസ് ആവും, കണ്ടിന്യൂ ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ടിന്യൂവേഷനും റിട്രേസ്മെന്റും. ഇതിന്റെ എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ ഇതിന്റെ പ്രൊഫൈൽ ഡെലിവറീസിൽ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. സോ ഇന്നത്തെ ദിവസം നോക്കുവാണെങ്കിൽ ഏഷ്യൻ ഭയങ്കര ബുള്ളിഷ് ആയിരുന്നു, ലണ്ടനും ആ ബുള്ളിഷ്നെസ് കീപ്പ് ചെയ്തു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു റിട്രേസ്മെന്റ് ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ ഇന്നത്തെ ഡേ ബുള്ളിഷ് ആണ്, നമുക്ക് ഓക്കെ ആണ്, ഇതൊരു ഡ്രോ ഓൺ ലിക്വിഡിറ്റി ആണ്. പക്ഷെ അത് ഇപ്പോഴല്ല. ഈ ഒരു ഡ്രോ വരാനായിട്ട് നമുക്കൊരു റിവേഴ്സൽ ഫോം ആവണം. റിവേഴ്സൽ ഫോം ആവുന്നത് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ്. ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എവിടെയാണ്? ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു പ്രീവിയസ് ഡേ ലിക്വിഡിറ്റി അല്ലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരിക്കും. അപ്പം ലണ്ടൻ തന്നെ നമ്മുടെ പ്രീവിയസ് ഡേ ഹൈ എടുത്തു. ആ ഒരു പ്രീവിയസ് ഡേ ഹൈ ലണ്ടൻ എടുക്കുമ്പോൾ നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ ആ ഒരു പ്രീവിയസ് ഡേ ഹൈ നമുക്കൊരു സപ്പോർട്ടായിട്ട് വർക്ക് ആകണം. ഇത് നോർമൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് അല്ല, ആ ഒരു പ്രീവിയസ് ഡേ ഹൈ നമുക്കൊരു സപ്പോർട്ടായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഒരു പ്രീവിയസ് ഡേ ഹൈ ലോവർ ടൈം ഫ്രെയിമിൽ പോയി നോക്കിയാൽ കാണാം, 15 മിനിറ്റിൽ പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്തു, തിരിച്ച് ആ പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ വന്നു. താഴെ വരുമ്പോൾ നമുക്ക് ഈ പ്രീവിയസ് ഡേ ഹൈ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ പ്രൈസ് പിന്നെ ബുള്ളിഷ് ആണ്. പക്ഷെ പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്തു, തിരിച്ചു വന്ന് നമ്മുടെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ സപ്പോർട്ട് എടുത്തു. ഇതൊരു 15 മിനിറ്റ്സിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് ഓപ്പൺ വന്ന് സപ്പോർട്ട് എടുത്തു. അപ്പം ലൈക്ക് യൂഷ്വലി ട്രേഡ് ചെയ്യുന്നവർക്കറിയാം, അങ്ങനത്തെ ഒരു സിനാരിയോയിൽ നമ്മുടെ 15 മിനിറ്റ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് ഓപ്പണിങ് വന്നിട്ട് നമുക്കൊരു ലൈക്ക് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്തു. അപ്പം ട്രേഡ് ചെയ്യുന്നവർക്കറിയാം ലൈക്ക് ഇവിടെ നമുക്കൊരു മാനിപ്പുലേഷൻ ആണ്, കാരണം പ്രൈസിന് സ്ട്രെങ്ത് ഇല്ലെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായത്? ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് പോയില്ല. സോ നമുക്ക് തിരിച്ചാ ഒരു മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റും കൂടെ അറ്റൈൻ ചെയ്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവാനാണ്. അപ്പൊ നിങ്ങൾക്ക് രണ്ട് കാര്യം ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ്, ഈ ഒരു ഡെലിവറി നിങ്ങൾക്ക് ടോട്ടലി ഇഗ്നോർ ചെയ്യാവുന്നതാണ്, കാരണം ഇതൊരു മാനിപ്പുലേഷൻ ഡെലിവറിയാണ്. ഈ ഒരു മാനിപ്പുലേഷൻ ഡെലിവറി എക്സാക്ട്ലി ഡെലിവർ ആയിരിക്കുന്നത് ട്യൂസ്ഡേയിലെ ലിക്വിഡിറ്റി എടുക്കാനാണ്. കാരണം വെനസ്ഡേയിലെ ലിക്വിഡിറ്റി ഈ ഒരു പ്രൈസിലേക്ക് തന്നെ വെനസ്ഡേയുടെ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ട്യൂസ്ഡേയുടെ ലിക്വിഡിറ്റി എടുക്കാനാണ്. ട്യൂസ്ഡേയുടെ ലിക്വിഡിറ്റി എടുത്തു, റിവേഴ്സ് ആയി. 1 മിനിറ്റ് ചാർട്ടിൽ നിങ്ങൾക്ക് ഒരു ക്ലിയർ റിവേഴ്സൽ കാണാം. റിവേഴ്സ് ആയി, മിറ്റിഗേഷൻ ബ്ലോക്ക് ഫോം ആയി. ആ ഒരു മിറ്റിഗേഷൻ ബ്ലോക്കിൽ നമുക്ക് വരുന്ന ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ മിറ്റിഗേഷൻ ബ്ലോക്കിൽ എൻട്രി പ്ലേസ് ചെയ്യാം. നമുക്ക് നമ്മുടെ എക്സിറ്റ് നമുക്ക് ഈ ഒരു ഇനിഷ്യൽ കൺസോൾട്ടേഷന്റെ ലോയോ അല്ലെങ്കിൽ ഒരു ക്യാൻഡലിന്റെ ഓപ്പണിങ്ങോ നമുക്ക് ഇത് ചെയ്യാം. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് നമുക്കൊരു ഡ്രോൺ ലിക്വിഡിറ്റി ആണ്, കാരണം ബ്രേക്ക് അവേ ഗ്യാപ്പ് നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ഡ്രോൺ ലിക്വിഡിറ്റി ആണ്, അതുകൊണ്ടാണ് അത് തുറന്നിട്ടിരുന്നത്. സോ ആ ഒരു ഗ്യാപ്പ് വരെയും എയിം ചെയ്യാം. പിന്നെയും റണ്ണേഴ്സ് റൺ ചെയ്ത് വിട്ടിരുന്നവർക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റ്സ് ബാഗ് ചെയ്യാം. പക്ഷെ നമുക്കൊരു സേഫ് ട്രേഡ് എന്ന് പറയുന്നത് ഈ ഒരു മാനിപ്പുലേഷൻ ട്രേഡ് ചെയ്യുന്നവർക്ക് മാനിപ്പുലേഷൻ ട്രേഡ് ചെയ്യാം, ഡിസ്ട്രിബ്യൂഷൻ ട്രേഡ് ചെയ്യുന്നവർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഷോർട്ട് ടേം എൻട്രി ഇതാണ്, എക്സിറ്റ് ഇവിടാണ്. സോ ഇതാണ് നമ്മുടെ ഓവറോൾ ട്രേഡ്. സോ എക്സിക്യൂഷൻ്റെ മാർക്കിങ്ങും സിമ്പിൾസും അവിടെ ഉണ്ട്.
ഇവിടെ നിന്നായിരുന്നു എക്സിറ്റ് എടുത്തിരുന്നത്. ഈ ഒരു ക്യാൻഡിലെ ബോഡി വരാം. സോ ഇതിന്റെ എക്സിക്യൂഷൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. സോ ഇന്നത്തെ ദിവസം നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് ഭയങ്കര ബുള്ളിഷ് ആയിരുന്നു. ബുള്ളിഷ് ആണെന്ന് നോക്കുമ്പോൾ നിങ്ങൾ ലൈക്ക് ഓക്കെ മാർക്കറ്റ് ഭയങ്കര ബുള്ളിഷ് ആണ്, സോ ഇനിയും ബുള്ളിഷ് ആണ് നല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഇതിന്റെ പുറകിലൊരു നാരേറ്റീവ് വേണം. അപ്പം ഞാൻ മാർക്കറ്റ് വരുമ്പോൾ ഞാൻ എന്താണ് നോർമലി നോക്കുന്നത്, ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ട്രേഡ് എടുക്കാറുണ്ട്. എനിക്ക് എല്ലാ ദിവസവും പൊസിഷൻസ് കിട്ടാറുണ്ട്. എനിക്ക് ഒരു ഡെയിലി ബയാസ് ഫോർമേഷൻ ഞാൻ ഫോം ചെയ്തിട്ട് എല്ലാ ദിവസവും ട്രേഡ് എടുക്കാറുണ്ട്. സോ മാർക്കറ്റ് ഭയങ്കരമായിട്ട് ബുള്ളിഷ് ആണ്. അപ്പൊ ഞാൻ നോക്കിയ സംഭവം ഓക്കെ ഫൈൻ, ഇന്ന് ബുള്ളിഷ് ആണ്. അപ്പം ഇന്ന് മാർക്കറ്റ് ഈ ഒരു ബുള്ളിഷ്നെസ് മാനിപ്പുലേഷൻ ആണോ? പക്ഷെ എന്റെ മനസ്സിൽ പറഞ്ഞിരുന്നത് മാനിപ്പുലേഷൻ അല്ല. എനിക്കത് അങ്ങനെ അറിയാം, കാരണം ഞാൻ ഒരുപാട് മണിക്കൂറുകൾ ചാർട്ടിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഓക്കെ, സോ അപ്പൊ ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ഭയങ്കര ബുള്ളിഷ് ആണ്. സോ എനിക്ക് വേണ്ടത് എൻ്റെ മാർക്കറ്റ് ഓപ്പണിങ്ങിൽ എൻ്റെ ഈ ഒരു പ്രീവിയസ് ഡേ ലിക്വിഡിറ്റി എനിക്കൊരു സപ്പോർട്ടായിട്ട് ഫോം ആവുമോ? ഈ പ്രീവിയസ് ഡേ ലിക്വിഡിറ്റി എന്തുകൊണ്ടാണ് എനിക്ക് സപ്പോർട്ടായിട്ട് ഫോം ആവേണ്ടത്? കാരണം ലോ ഹൈ ലോവർ ലോ ഇതൊരു ബ്രേക്കറാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ചുമന്ന കളർ വെച്ച് ചൂസ് ചെയ്തത്. ഇതൊരു ബ്രേക്കറാണ്. ഈ ഒരു ബ്രേക്കർ ബ്രേക്ക് ചെയ്ത് പോകണമായിരുന്നു. അതേപോലെ ഈ ഒരു ക്യാൻഡില് ഫുൾ വിക്ക് ഉണ്ടാവാതെ ഫുൾ ബുള്ളിഷ്നെസ് ഈ ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ കണ്ടിന്യൂവേഷൻ ട്രേഡ് എക്സ്പെക്ട് ചെയ്തിരുന്നേനെ. ഞാൻ ഈ ഒരു ബ്ലൂ ലൈൻസിൽ നോക്കിയാനെ, അതും നമ്മുടെ PDRIs ആണ്. സോ ആ ഒരു ബ്ലൂ ലൈൻസിൽ ഞാൻ എൻ്റെ ഒരു ടാർഗറ്റ് പ്ലേസ് ചെയ്തേനെ. പക്ഷേ നമ്മൾ കണ്ടത് ബ്രേക്കറി വന്ന് തട്ടി തിരിച്ച് റിട്രേസ് ആയി. മാർക്കറ്റ് ഓപ്പണിന് ഈ ഒരു ഇംബാലൻസിന്റെ സപ്പോർട്ട് എടുത്ത് പോയി ഒരു ലിക്വിഡിറ്റിയും കൂടെ എടുത്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയി. സോ എൻ്റെ മനസ്സിൽ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു എക്സാക്ട് ഈ ഒരു ടൈമിൽ 9:30 ഓപ്പണിംഗ് മാർക്ക് ചെയ്യാം. ഞാൻ 9:30 ഓപ്പണിങ്ങിന് എല്ലാവരെയും കണക്ക് മാർക്കറ്റ് വാച്ച് ചെയ്യുവാണ്. 9:30 ഓപ്പണിങ്ങിന് ഓപ്പൺ ആയി. ഇനീഷ്യലി ഉള്ള വോളിയം ഇതായി. നമുക്ക് നമ്മുടെ ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരുന്നു, 15 മിനിറ്റ്സിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരുന്നു. നിങ്ങൾക്ക് പ്രീവിയസ് ടൈമിൽ പോയി നോക്കിയാൽ കാണാം. ഇതൊരു 15 മിനിറ്റ്സിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ്. ആ 15 മിനിറ്റ്സിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്തു. പ്രൈസ് അവിടുന്ന് തിരിച്ച് റിവേഴ്സ് ആവും, കാരണം നമുക്കൊരു മാനിപ്പുലേഷൻ ഇല്ലാതെ ഡിസ്ട്രിബ്യൂഷൻ ഇല്ല. സോ മാനിപ്പുലേഷൻ ഒരു സീരിയസ് ലിക്വിഡിറ്റിയിലോട്ടാണ്. എന്തുകൊണ്ട് ഈ ഒരു എന്താ പറയുക ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ബ്രേക്ക് ചെയ്ത് വരത്തില്ല? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ബ്രേക്കറിനെ ബ്രേക്ക് ചെയ്ത് നമുക്ക് ആ ഒരു ബ്രേക്കർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തില്ല. സോ അതുകൊണ്ടാണ് എൻ്റെ ബയാസ് പിന്നീട് ബെയറിഷ് ആയിട്ട്, ഈ ഡേയുടെ ബയാസ് ബെയറിഷ് ആയിട്ട് മാറിയത്. സോ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എനിക്ക് അപ്പോൾ ഒരു റെസിസ്റ്റൻസ് അല്ല, എനിക്ക് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ മുകളിൽ പ്രൈസ് പോകുമ്പോൾ അത് എനിക്കൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യണം. അപ്പം ഞാൻ ഇതിനാണ് ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. കാരണം നമ്മളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റീയൂസ് ചെയ്യുന്നതിനാണ് ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. സോ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ എൻ്റെ പ്രൈസ് പോയിന്റ് ബ്രേക്ക് ചെയ്ത് കൊണ്ടുപോയി. അപ്പം ഞാൻ ഇവിടെ ആയിരുന്നു എൻട്രി വെച്ചിരുന്നത്. ഫെയർ വാല്യൂ ഗ്യാപ്പ് ആ ഒരു ഇൻവേർഷൻ്റെ മിഡിലിൽ നിന്ന് എനിക്ക് എൻട്രി കിട്ടി. ഞാൻ റൈഡ് ചെയ്തു. ഞാൻ പ്രീവിയസ് ഡേ ഹൈ വരെ പോയില്ല, ഞാൻ അതിനു മുമ്പ് എക്സിറ്റ് അടിച്ചു. ഞാൻ ഈ ഒരു പോയിന്റിലായിരുന്നു എൻ്റെ ട്രേഡ് എക്സിറ്റ് ചെയ്തിരുന്നത്. കാരണം ഡിസംബറിൽ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. ഡിസംബറിൽ ലിക്വിഡിറ്റിയുടെ അവിടം വരെ പോയിട്ട് ലിക്വിഡിറ്റി എടുക്കാതെ വന്നപ്പോൾ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ എക്സിറ്റ് അടിച്ചത്. സോ അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ ഈ ഒരു ബയാസിൽ നമുക്ക് ഈ ക്യാൻഡിൽ ഫുള്ള് ക്ലോസ് ആയില്ല. അപ്പം പിന്നെ നമുക്കപ്പം 10 o'clock ക്യാൻഡിൽ ഓപ്പൺ ആയി. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമുക്കൊരു മിറ്റിഗേഷൻ ബ്ലോക്ക് ഫോം ആയി. അപ്പം നമ്മളെ അടുത്ത ഇതൊരു മിറ്റിഗേഷൻ ബ്ലോക്കാണ്, ഈ ഒരു ബ്ലാക്ക് കളർ, ഈ ഒരു ഗ്രീൻ കളർ, ആ ഒരു മിറ്റിഗേഷൻ ബ്ലോക്കിൽ നമുക്ക് നമ്മുടെ അടുത്ത എൻട്രി പ്ലേസ് ചെയ്യാം. എൻട്രി എടുത്ത എക്സാക്ട് ടൈം 10:07. ഈ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റ് റിവേഴ്സൽ ടൈം 9:50. ഈ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിത് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കേണ്ടവർക്ക് ഈ ടൈമൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സ്റ്റഡി ചെയ്യാം. സോ 10:07 നമ്മുടെ എൻട്രി പ്ലേസ് ആയി. നമ്മൾ ആ ഒരു റേഞ്ചിന്റെ ലോ വരെ വന്നു. പിന്നെ നമ്മുടെ മാർക്കറ്റ് നമ്മുടെ മറ്റേ എന്താ പറയുക ആ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പ് അല്ലെ ന്യൂ ഡേ ഓപ്പണിംഗ് ഗ്യാപ്പ് വരെയുള്ള ഡെലിവറി നടന്നു. സോ ഇതാണ് നമ്മുടെ ഓവറോൾ ട്രേഡ്. ഇന്നത്തെ ദിവസത്തിന്റെ റിവ്യൂ ഇതാണ്. സോ ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ട്രേഡിംഗ് ആണ്. പക്ഷെ ഞാൻ മാർക്കറ്റിൽ വന്ന് നോക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അങ്ങനെ പറഞ്ഞു തന്നു. സോ ഞാൻ വന്നപ്പം മാർക്കറ്റ് ബുള്ളിഷ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ബുള്ളിഷ് ഡേ ആവണമെന്നായിരുന്നു താല്പര്യം. പക്ഷേ ഇവിടെ ഒരു സ്ട്രെങ്ത് കണ്ടില്ല. നമ്മുടെ പ്രീവിയസ് ഡേ ഹൈ എടുത്തപ്പോൾ നമുക്കൊരു സ്ട്രെങ്ത് കണ്ടില്ല. ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ആ ഒരു ബ്രേക്കർ നമുക്ക് സപ്പോർട്ടായിട്ട് നിന്നിരുന്നെങ്കിൽ ഞാൻ ബുള്ളിഷ് പ്രൈസ് എക്സ്പെക്ട് ചെയ്തേനെ. പക്ഷെ ആ ഒരു ഏരിയ എത്തിയപ്പോൾ നമുക്കൊരു
പവർ ഇല്ലായിരുന്നു. സോ ഞാൻ അപ്പം തൊട്ട് ഞാൻ ഒരു മാർക്കറ്റ് ഓപ്പണിന് കുറച്ച് മുമ്പ് തൊട്ട് ഞാനൊരു ബെയറിഷ് മൂവ്മെന്റ്സ് എക്സ്പെക്ട് ചെയ്തു. പ്രീവിയസ് ഡേ ഹൈ എടുത്തു, പ്രീവിയസ് ഡേ ഹൈ എടുത്തത് മാർക്കറ്റ് റോൾ ഓവറായി നമ്മുടെ ഇനിഷ്യൽ കൺസോൾട്ടേഷന്റെ ലോ വരെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റി. മാർക്കറ്റ് ഒരുപാട് മൂവ് 250-300 മൂവ്സ് അടുപ്പിച്ച് പോയി. അതിനകത്ത് നിങ്ങൾക്ക് ഒരു 100 മൂവ് എടുക്കാന്നേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇതാണ് ഇത്. ലൈക്ക് നമുക്ക് നിങ്ങൾ ഭയങ്കര വലിയ രീതിയിൽ ഒരു എന്താ പറയുക, എനിക്ക് വലിയൊരു ട്രേഡ് എടുക്കണം എന്നുള്ള രീതിയിൽ നോക്കിയിരിക്കണം. നിങ്ങളൊരു 20 തൊട്ടൊരു 30 ടിക്സ് വരെ, സോറി പോയിന്റ്സ് വരെ നിങ്ങൾ ഹാൻഡിൽ ചെയ്താൽ മതി. 20 to 30 ടിക്സ് എന്നൊക്കെ പോയിന്റ് എന്നൊക്കെ പറയുന്നത് ഇത്രേ ഉള്ളൂ. 20 പോയിന്റ് എന്ന് പറയുന്നത്. 20 പോയിന്റ് നമുക്ക് എമൗണ്ട് എത്ര നോക്കി, ഒരു പോയിന്റിന് 20 20 പോയിന്റ് എന്ന് പറയുന്നത് $400 ആണ്. സോ ഏതൊരു സ്ഥലത്ത് നിന്നാന്ന് പറഞ്ഞാലും ഒരു ദിവസം $400 എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ എമൗണ്ട് തന്നെയാണ്. അതിപ്പോ കേരളത്തിൽ നിന്നാണേലും ദുബായിൽ നിന്നാണേലും കാലിഫോർണിയ നിന്നാണേലും ഒരു $400 ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വീക്കിൽ $400 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെയാണ്, നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നുള്ളവരാണേലും. സോ ഇതാണ് നമ്മുടെ ഓവറോൾ എക്സിക്യൂഷനും ഐഡിയാസും പ്ലാൻസും. ഇത് നമ്മുടെ മെന്റർഷിപ്പിന്റെ പാർട്ടുള്ള വീഡിയോസ് ആണ്. ഇതേ കണക്ക് ഞാൻ ഡെയിലി റിവ്യൂസ് ചെയ്യും. അപ്പോൾ ഒരു വർഷത്തെ ഫുൾ റിവ്യൂസ് കണ്ടിട്ട് നിങ്ങൾക്ക് ലൈക്ക് ഈ ഒരു ഒറ്റ മെന്റർഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സെറ്റ് ആക്കാൻ പറ്റും. എനിക്കപ്പോൾ നിങ്ങളോട് പറയാനുള്ള ഒരു ഒറ്റ കാര്യമുള്ളൂ, മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്നത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് കാര്യമാണ്. നമുക്ക് നമ്മുടെ ഓവറോൾ ബയാസും മാർക്കറ്റ് എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലാവുന്ന ഒരു നാക്ക് കിട്ടണം. ആ ഒരു നാക്കിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ട്രെയിനിങ് ഞാൻ തരുന്നത്. ഇതൊരു നിങ്ങളുടെ ഐസിന് വേണ്ടിയുള്ള, നിങ്ങളുടെ കണ്ണിന് വേണ്ടിയുള്ള ട്രെയിനിങ് ആണ്. നിങ്ങൾക്കിത് പരമാവധി മാർക്കറ്റ്സ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് മനസ്സിലാവും എന്തുകൊണ്ട് ഈ ഒരു ഗ്യാപ്പിനെ റെസ്പെക്ട് ചെയ്തില്ല. കണ്ടോ, ഇതുണ്ടോ, ഞാൻ ഈ ബ്രേക്കറിനെ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് പോയിരുന്നെങ്കിൽ ഞാൻ ബുള്ളിഷ്നെസ് എക്സ്പെക്ട് ചെയ്തേനെ. ഈ ഒരു ബ്രേക്കറിനെ ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ മുകളിലോട്ട് ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഒരു കണ്ടിന്യൂഷൻ എക്സ്പെക്ട് ചെയ്തേനെ. ആ ഒരു സെയിം ബ്രേക്കിംഗ് ആണ് ഇവിടെ നടന്നിരുന്നത്. ആ ബ്രേക്കിംഗ് ഇവിടെ കിട്ടിയിരുന്നത് നമുക്ക് ബുള്ളിഷ്നെസ് കിട്ടായിരുന്നു. സോ എല്ലാ ക്യാൻഡിൽസും ലൈക്ക് ഒരു ക്യാൻഡിലും സപ്പോർട്ടിങ് ആക്ടേഴ്സ് അല്ല, എല്ലാ ക്യാൻഡിൽസും മെയിൻ ആക്ടേഴ്സ് തന്നെയാണ്. ഇവിടെ സപ്പോർട്ട് റോൾ ആർക്കും ഇല്ല. എല്ലാ ക്യാൻഡിൽസിനും അതിൻ്റെതായ റോളും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഒരു ഓർഡർ ഫ്ലോയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ചാർട്ടും ഹീറ്റ് മാപ്പും ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പ്യൂർലി ക്യാൻഡിൽ സിക്സിന്റെ ചാർട്ടിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ട്രേഡിംഗ് വ്യൂവിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റും കൂടാതെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് കാശുണ്ടാക്കാൻ പറ്റും. സോ ഈ ഒരു ലൈവ് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. സോ അടുത്ത വീഡിയോ ഇടുന്നവരെ ട്രേഡ് സേഫ്, ബി സേഫ്, ബൈ ഫോക്സ്.